താമരശ്ശേരി ഷഹബാസ് കൊലക്കേസിൽ ജുവനൈൽ ഹോമിന് മുന്നിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. അതായത് ജുവനൈൽ ഹോമിന് പുറത്ത് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നവരെ അറസ്റ്റ് നീക്കി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. അവിടെ നിന്ന് ദിസ്ന, ഷഹബാസ് കൊലക്കേസിൽ ജുവനൈൽ ഹോമിന് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധം നടക്കുകയാണ്, വിവരങ്ങൾ. നിഖിൽ, അല്പസമയം മുൻപാണ് കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടായത്. അതിൽ പ്രവർത്തകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു ഉണ്ടായിരുന്നത്. കോൺഗ്രസ് പ്രവർത്തകർ വലിയ രീതിയിൽ ബഹളം വയ്ക്കുകയും സർക്കാർ പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന മുദ്രാവാക്യങ്ങളൊക്കെ വിളിക്കുകയും ചെയ്തു. പോലീസിന്റെ നേതൃത്വത്തിലുള്ള വലിയ സംഘടനകളെ അറസ്റ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഒരു 20 ഈ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാൻ വരുമ്പോൾ ഒരുക്കിയിരിക്കുന്നത് 5 പ്രതികളാണ് നിലവിലുള്ളത്. എന്തായാലും അവർക്ക് പരീക്ഷ എഴുതുവാനുള്ള സൗകര്യം ഒരുക്കുമെന്ന് പറഞ്ഞിരുന്നു. താമരശ്ശേരി സ്കൂളിലാണ് പരീക്ഷ എഴുതുവാനുള്ള സൗകര്യം ആദ്യഘട്ടത്തിൽ ഒരുക്കിയിരുന്നത്. എന്നാൽ സുരക്ഷ ആവശ്യമുണ്ടെന്ന പോലീസിന്റെ നിർദ്ദേശപ്രകാരമാണ് വെള്ളിമാട് കുന്നിലേക്ക് ഈ പരീക്ഷാ കേന്ദ്രം മാറ്റിയത്. നിലവിൽ നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് തൊട്ടടുത്തുള്ള ഒരു ഹാളിലേക്ക് പരീക്ഷ എഴുതുവാൻ ഈ കുട്ടികളെ കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനത്തിലായിരുന്നു. എന്നാൽ വലിയ രീതിയിലുള്ള വിവിധ സംഘടനകളുടെ പ്രതിഷേധം ഇവിടെ നടക്കുമെന്ന മുന്നറിയിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു പക്ഷേ വെള്ളിമാട് കുന്നിലെ ജുവനൈൽ ഹോമിൽ വെച്ച് തന്നെ പരീക്ഷ എഴുതുവാനുള്ള ഒരു സാധ്യതയാണ് നിലവിലുള്ളത്. എന്തായാലും വിവിധ സംഘടനകളുടെ പ്രതിഷേധം ഇവിടെ ഉണ്ടാവുമെന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത്. ആദ്യഘട്ടത്തിൽ KSUവിന്റെ പ്രതിഷേധമാണ് ജുവനൈൽ ഹോമിന് മുന്നിൽ ഉണ്ടായത്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. നിഖിൽ, വലിയ രീതിയിലുള്ള പോലീസ് സുരക്ഷാ സംവിധാനമാണ് ജുവനൈൽ ഹോമിന് മുന്നിൽ ഒരുക്കിയിരിക്കുന്നത്. ദിസ്നൊപ്പം തന്നെ ഇവരെ പരീക്ഷ എഴുതുന്നതിന് വേണ്ടി പുറത്തേക്ക് എത്തിക്കുന്നു. ദിസ് നേരത്തെ പറഞ്ഞല്ലോ, അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ ഒരു വലിയ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ പോലീസ് ഇപ്പോൾ അവിടെ നിർത്തിയിട്ടുള്ള വലിയ പോലീസിൻ്റെ ഒരു സുരക്ഷ തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും തുടർന്നും പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അത് കൂടുതലാണ്. കാരണം കൂടുതൽ സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ അടക്കമുള്ള ആളുകൾ പ്രതിഷേധവുമായി എത്താനുള്ള സാധ്യത കൂടുതലല്ലേ? തീർച്ചയായും നിഖിൽ, വിവിധ സംഘടനകൾ തങ്ങൾ ഇവരെ പുറത്തേക്ക് ഇറക്കുമ്പോൾ പ്രതിഷേധവുമായി മുന്നോട്ട് വരുമെന്നൊരു അറിയിപ്പ് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായും ABVP ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ പ്രതിഷേധം ഉണ്ടാവും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. 7:30 മറ്റൊരു വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിഷേധമുണ്ട്. യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തി പ്രതിഷേധിക്കുമെന്നൊരു വിവരം തന്നെയാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ VT സൂരജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ പ്രതിഷേധിച്ചത്. വലിയൊരു രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു 20 മിനിറ്റോളം ഈ പ്രതിഷേധം നീണ്ടുനിന്നു. സർക്കാർ ഇവരെ സംരക്ഷിക്കുന്നു, പ്രതികളെ സംരക്ഷിക്കുന്നു എന്നൊരു കാര്യം തന്നെയാണ് എല്ലാ വിദ്യാർത്ഥി സംഘടനകളും പ്രധാനമായും ഉന്നയിക്കുന്നത്. ABVP ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ ജുവനൈൽ ഹോമിന് മുന്നിലേക്ക് പ്രതിഷേധം ഉണ്ടാവും എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ വെള്ളിമാട് കുന്നിലെ ജുവനൈൽ ഹോം വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹത്തെ വിന്യസിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത ഹാളിലേക്ക് ഇവരെ പരീക്ഷ എഴുതിപ്പിക്കുവാനുള്ള ഒരു തീരുമാനമാണ് ഉണ്ടായിരുന്നത്. വലിയ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും ഇവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ തന്നെ ഇന്നലെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു, ഉന്നത രാഷ്ട്രീയ ബന്ധമുള്ള ആളുകൾ ഈ കേസിൽ, ആളുകളുടെ മക്കൾ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനമായും അവരെ സംരക്ഷിക്കുവാനുള്ള ഒരു ശ്രമം നടക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. കൂടാതെ തന്നെ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയുടെ സുഹൃത്തുമായി നിൽക്കുന്ന ഫോട്ടോയൊക്കെ തന്നെയും സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ തന്നെ ചർച്ചയായതാണ് നിഖിൽ. അതുകൊണ്ട് തന്നെ ഉന്നത ബന്ധമുണ്ട് എന്ന ഉപ്പയുടെ ആ ഒരു വാക്കുകൾ ശരിവെക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് വെള്ളിമാട് കുന്ന് ജുവനൈൽ ഹോമിന് മുന്നിൽ നിലവിൽ ഒരുക്കിയിരിക്കുന്നത്. നിഖിൽ, ശരി ദിസ്ന, എന്തായാലും താമരശ്ശേരി ഷഹബാസ് കൊലക്കേസിൽ ജുവനൈൽ ഹോമിന് പുറത്ത് പ്രതിഷേധം നടക്കുകയാണ്. വിവിധ സംഘടനകൾ വരും മണിക്കൂറുകളിൽ പ്രതിഷേധത്തിന് എത്താൻ സാധ്യതയുണ്ട്. കാരണം ഈ ഷഹബാസിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ വിദ്യാർത്ഥികൾ അവർ ഇന്ന് SSLC പരീക്ഷ ആരംഭിക്കുകയാണ്. അവരെ SSLC പരീക്ഷ എഴുതിക്കുന്നതിന് വേണ്ടി വെള്ളിമാട് നിന്ന് സ്കൂളിലേക്ക് ഇന്ന് പുറത്തേക്ക് ഇറക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ കൂടുതൽ ആവാനുള്ള സാധ്യതയുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ദിസ്ന സുരേഷ്.